ഹലോ നമസ്കാരം ഗൈസ്, ഐ എം VisHnu. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള രീതിക്ക് നമ്മൾ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിന്നിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുഞ്ച സൈഡ് ആയതുകൊണ്ട് നല്ല കാറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിൻ്റെ അടിക്കുക. അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആവത്തില്ല. നിങ്ങൾ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇറിറ്റേഷൻ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതാണ് ഇൻട്രോ നമ്മൾ വേറെ സ്ഥലത്ത് വെച്ചിട്ട് സെറ്റ് ചെയ്തത്. അപ്പം ഇന്നത്തെ നൂഡിൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മസാല കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നിങ്ങളൊരു ചെറിയ ഉരുളി എടുത്ത് അതിൻ്റെ തൊട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് സെറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായത് ആ കടുകൊന്ന് പൊട്ടണമല്ല, പൊട്ടുന്ന ആ ഒരു സമയം വരെയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ അകത്തോട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ആദ്യമേ നിങ്ങൾ സവാള മാത്രം ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. കാര്യം സവാള ഒന്ന് വാടാനായിട്ട് കുറച്ച് സമയം എടുക്കും, ആ ഒരു ബ്രൗൺ കളർ വരാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കുറച്ച് തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. മല്ലിയില ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം മല്ലിയില ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ആവുന്നത് വരെ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സവാള ഉള്ളിയെല്ലാം വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ശകലം ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ കുരുമുളക് ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതൊന്നും കൂടെ ഒന്ന് വരണ്ട് സെറ്റായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വരണ്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ തൊട്ട് കുറച്ച് മുട്ട ഒഴിക്കാം. ഇപ്പം ഞാനിവിടെ ഒഴിക്കുന്നത് 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് നമ്മൾ മറ്റേ ചിക്കി തോരൻ വയ്ക്കാമെന്ന് പറയത്തില്ല, ആ രീതിക്ക് ഇങ്ങനെ സെറ്റാക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള ആ ഒരു മസാല അല്ലെങ്കിൽ ഒരു തോരൻ അത് ശരിയായിട്ടുണ്ട്. അങ്ങനെ നമുക്കതിനെ വേറൊരു പാത്രത്തിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കോരി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ ഉരുളിക്കകത്ത് നമുക്ക് ആവശ്യമായ നൂഡിൽസിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ എടുക്കുന്നത് 6 നൂഡിൽസാണ്. അതുകൊണ്ട് നമുക്കതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുന്ന ആ സമയത്ത് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം വെള്ളത്തിലോട്ട്. അങ്ങനെ ഇതുപോലെ സൈഡിലോട്ട് ഇങ്ങനെ നിങ്ങൾ വെക്കുക. ആവശ്യത്തിന് മാത്രം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊരു ഗാനം മാത്രം, ഇതെന്റെ പാനപാത്രം. പുളിച്ച മോരും വെള്ളം കുടിച്ചാൽ വാളു മാത്രം. പരക്കെ പേരു ദോഷം ഇരിക്കയെങ്കിലും ഞാൻ രചിച്ച ഗാനമെല്ലാം പകർച്ചവ്യാധി പോലെ അന്തസ്സൊട്ടുമില്ല. കണ്ടവന്റെ സിദ്ധി കണ്ട് സങ്കടപ്പെടുന്ന നിന്റെ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് അങ്ങനെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് നൂഡിൽസ് ആ കിട്ടിയ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് പൊട്ടാത്ത രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ ഇളക്കുന്ന തവിയുടെ ആ ബാക്ക് സൈഡ് കൊണ്ടിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ അതാകുമ്പോഴത്തേനും നമുക്ക് പൊട്ടത്തില്ല, ആ ഒരു കറക്റ്റ് രീതി നൂഡിൽസ് കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ മസാല എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ നൂഡിൽസ് സെറ്റായിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ സെറ്റായ നമ്മുടെ നൂഡിൽസിലോട്ട് നമുക്ക് ആദ്യം ചേർത്ത നമ്മുടെ ആ മസാല നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ ആ കളർ തന്നെ ഒന്ന് ചേഞ്ച് ആയത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായില്ലേ.
അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ആ നൂഡിൽസ് അങ്ങനെ പൊട്ടാണ്ട് നമുക്ക് കിട്ടും. ചില ആളുകളൊക്കെ നമ്മൾ വീട്ടിൽ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടും. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല മണവും വരുന്നുണ്ട്. നല്ല പൊളി സാധനമാണ്. അത് നിങ്ങൾക്ക് കാണാം, എന്താണ് ആ ഒരു നൂഡിൽസിൻ്റെ ആ ഒരു ഇത് നൂല് പോലെ തന്നെ കിടക്കുകയാണ്. ഒരെണ്ണം പോലും അങ്ങനെ പൊട്ടിയിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രീതിയിലാണ്. അപ്പം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നൂഡിൽസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഉമ്മാരെ കഴിച്ചതിന് ശേഷം നമുക്ക് ചോദിക്കാം സാധനം എങ്ങനെ ഉണ്ടെന്ന്. അഖില എങ്ങനെയുണ്ടോ? അപ്പോൾ ഇന്നത്തെ നൂഡിൽസ് എന്ന് പറയുന്നത് അടിപൊളി സാധനമാണ്. കാര്യം നല്ല സ്പൈസി കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാര്യം നമ്മൾ അതിൻ്റെ ചേർത്ത ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഗരം മസാല, ചിക്കൻ മസാല, അതുപോലെ തന്നെ കുരുമുളക്. നിങ്ങൾക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുരുമുളക് ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമില്ല. കാര്യം അടിപൊളിയായിരിക്കും. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം മറ്റൊരു നല്ല വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.